നമ്മളിന്ന് തിരുവനന്തപുരം ജില്ലയിലെ കാപ്പുകാടാണ്. അഗസ്ത്യപർവ്വതത്തിൻ്റെ താഴ്വരകളാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ അവിടെയുള്ള കാപ്പുകാട് ആന പുനരധിവാസ കേന്ദ്രത്തിലാണ് നമ്മൾ. അപ്പോൾ ആനകളെ കുളിപ്പിക്കാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളും നമ്മുടെ യാത്രക്കാരും കൂടി അത് കാണാനെത്തിയതാണ്. നല്ല മനോഹരമായൊരു സ്ഥലവും മനോഹരമായ കാഴ്ചകളുമാണ്. ചെറിയ ചെറിയ വീഡിയോകൾ ഇതിൻ്റെ കൂടെ ചേർത്ത് കാണിക്കുക കേട്ടോ. ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രായം കൂടിയ ആനയായ സോമൻ എന്ന ആനയെ സംരക്ഷിക്കുന്നതും ഈ കാപ്പുകാടാണ്. നമുക്കിവിടെ സോമനെ കുളിപ്പിക്കുന്നതൊക്കെ കാണാൻ പറ്റും. അതിനുശേഷം അവരെ തിരിച്ചു കൊണ്ടുപോയി ഫീഡ് ചെയ്യുമ്പോൾ അത് കാണാനുള്ള അവസരമുണ്ട്. കാട്ടിലേക്ക് പകൽ സമയം അവർ വിടാറുണ്ട്. ആ സമയത്തും അവർക്കൊപ്പം നമുക്ക് പോകാൻ സാധിക്കും. അങ്ങനെയുള്ള സൗകര്യങ്ങളാണ് അവിടെയുള്ളത്. എന്തായാലും തീർച്ചയായും വന്നിരിക്കേണ്ട സ്ഥലങ്ങളൊന്നു തന്നെയാണ് ആനപ്രേമികളെ സംബന്ധിച്ചോളം ഈ സ്ഥലം, അതുപോലെ പ്രകൃതി സ്നേഹികളെയും. ഏഷ്യയിലെ ഏറ്റവും പ്രായം കൂടിയ ആനകളിലൊന്നായ സോമൻ ഒരു അത്ഭുതമാണ് ഇവിടുത്തെ. സോമനെ കുളിപ്പിച്ചുകൊണ്ട് വരികയാണ്. കുളിപ്പിച്ചുകൊണ്ട് വന്ന് അവനെ ഫീഡിങ്ങിന് കൊണ്ടുപോകുമ്പോൾ നമ്മളത് കാണാൻ നിൽക്കുകയാണ്. ഇവിടെ എല്ലാവരും എന്താ അവിടെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. സോമനെ ഞങ്ങൾ കുളിപ്പിക്കുന്നതായി കണ്ടിരുന്നു. അപ്പോൾ ഫീഡിങ്ങിന് കൊണ്ടുപോകുന്ന കാണാനുള്ള പോക്കിലാണ് ഞങ്ങൾ. മറ്റൊരാന ഇവിടെ വരുന്നുണ്ട്. ഇതെല്ലാം ഫീഡിങ്ങിനുമാണ്. അപ്പോൾ നമ്മൾ മാത്രമല്ല, ഫോറിനേഴ്സും ഒക്കെ ഇങ്ങനെ ഈ കാഴ്ചയാണ് ഇവിടെ എത്തിയിട്ടുണ്ട്. വീഡിയോ എടുക്കുന്നത് കാണാം. അതിനുശേഷം അവിടെ തൊട്ടപ്പുറത്താണ് ഫീഡിങ് ഹൗസ്. ഫീഡിങ് ഏരിയയ്ക്ക് നല്ലൊരു പവലിയനൊക്കെ പണിതിട്ടുണ്ട്. അവിടെ ഫീഡിങ് നടക്കും. ഇവിടെ ഒരുത്തൻ എത്ര വയസ്സ്? മിന്ന 23 വയസ്സ്. നമ്മുടെ 23 വയസ്സുകാരി മിന്നയാണ് കേട്ടോ. മിന്ന പുല്ലൊക്കെ എടുത്തുകൊണ്ട് വരും. പുല്ല് ഇതാ ഇവിടെ കൊണ്ട് വയ്ക്കും. എന്നിട്ട് പുള്ളിക്കാരി പോയി ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു വന്ന് ഇവിടുന്ന് വീണ്ടും ഈ പുല്ല് എടുത്തുകൊണ്ട് അവിടെ കാടുണ്ട്, കാട്ടിലേക്ക് പോകും. ഇവിടെ പുല്ല് വെക്കുമായിരിക്കും കേട്ടോ. നമുക്ക് അനുസരണം ഉണ്ടോ നോക്കട്ടെ. ഇതാ ഇവിടെ കൊണ്ട് വെക്കേണ്ടതാണ്. അടിപൊളി. തിരുവനന്തപുരത്തെ കോട്ടിട്ടുള്ള ആന പുനരധിവാസ കേന്ദ്രത്തിലാണ് നിങ്ങൾ തൊട്ടുപുറയിൽ കാണുന്നത്. ഇവിടുത്തെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ പങ്കുവച്ചത്. അപ്പോൾ കാട്ടിൽ നിന്ന് ഇവിടെ പെട്ടുപോയ പലതരത്തിലുള്ള രീതിയിലൂടെ പെട്ടുപോയിട്ടുള്ള ആനകളെ എങ്ങനെയാണ് പുനരധിവസിപ്പിക്കുന്നത് കാണാനും നേരിട്ടറിയാനുള്ളൊരു അവസരമാണ് ഇവിടെ ഒരുക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ സന്ദർശിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്ന് തന്നെയാണ് കോട്ടൂർ എലഫൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ. അപ്പോൾ വീണ്ടും ഒരു കുഞ്ഞു വീഡിയോ കാണുന്നവരെ ഇവിടെ ഇറ്റ്സ് മീ ശ്യാം സൈനിങ് ഓഫ്. താങ്ക് യു.